ഭക്തിയും വ്രതവും പൂജയും സമർപ്പണവും എല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ ആഘോഷമാണ് നവരാത്രി. അജ്ഞാനമാകുന്ന അന്ധകാരത്തുനിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്ന പരമവിജയത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നവരാത്രി. ദുർഗാഷ്ടമി ദിവസം പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും പണിയായുധങ്ങളും നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നോ അതെല്ലാം കൊണ്ടുവന്ന് പൂജയ്ക്ക് വയ്ക്കും. എന്ന് മാത്രമല്ല, നിസ്സാരമെന്ന് നമ്മൾ പറയുന്ന സൂചി വരെ പൂജയ്ക്ക് വയ്ക്കും. വിജയദശമിയാകുമ്പോൾ അതെല്ലാം പ്രസാദബുദ്ധ്യ തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവൻ തന്നെ ഈശ്വരന് സമർപ്പിച്ച് അവിടുത്തെ പ്രസാദമായി തിരികെ സ്വീകരിക്കുന്ന ഒരു സങ്കല്പമാണ് വിജയദശമിക്കുള്ളത്. ഈശ്വര സ്മരണയുടെയും സമർപ്പണ ബുദ്ധിയുടെയും ഒരു പുതിയ ഭാവം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം വീണ്ടും ആരംഭിക്കുന്നതിൻ്റെ പ്രതീകമാണ് അത്. സരസ്വതി വിദ്യയുടെയും കലയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവിയാണ്. അക്ഷരസ്വരൂപിണിയാണ്. അനശ്വരമായതിനെ സാക്ഷാത്കരിക്കുക എന്നതാണ് അക്ഷരപൂജയുടെ പരമമായ ലക്ഷ്യം. ആ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് വിദ്യാരംഭം. ദേവിയുടെ അനുഗ്രഹത്താൽ ലോകത്തിൽ വിജയിക്കാൻ ആവശ്യമായ അറിവും ആധ്യാത്മപാതയിൽ മുന്നേറാനുള്ള അറിവും ഒരുപോലെ നമുക്ക് ലഭിക്കും. നവരാത്രിയുടെ തത്വം ഉൾക്കൊണ്ട് നീങ്ങിയാൽ പരമമായ അക്ഷരത്തിൽ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. നമ്മൾ പദവനമാണ് ഇച്ഛാമയ്യ ഉച്ചവരല്ലയോ വിശത്തിലെങ്ങ് നടപ്പമ്മ. അതിനകത്ത് പറയുമല്ലോ, ഞാൻ യന്ത്രം നീ യന്ത്രി, ഞാൻ രഥം നീ രഥി, ഞാൻ ഗ്രഹം നീ ഗ്രഹനായികയും. നമ്മളിങ്ങനെ പൂജ ഇടുമ്പോൾ അത് ഹൃദയം തുറക്കുന്നതിൻ്റെ ഒരു തത്വമാണ്. നമ്മൾ പ്രസാദം സ്വീകരിക്കുന്ന വിനയത്തോടെ സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കൽ മനോഭാവമാണ്. ഹൃദയം തുറന്നിട്ട് ആ മുൻവിധിയില്ലാതെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം. സ്വീകരിക്കുമ്പോഴും അത് വിനയത്തോടുകൂടി സ്വീകരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പായസമായാലും തീർത്ഥമായാലും കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ടു പോകും സ്വീകരിക്കുന്ന. കാരണം കൂടുതൽ കിട്ടണം, കുറഞ്ഞു പോയല്ലോ, രണ്ടുമില്ല തരുന്നത് സ്വീകരിക്കുന്നു. അവിടെ മുൻവിധിയുമില്ല, പിന്നെ കുറഞ്ഞു പോകും, അങ്ങനൊന്നുമില്ല. കിട്ടുന്നത് സ്വീകരിച്ച് ഇച്ചിരി വെള്ളം കുടിച്ചു അങ്ങനെ പോകും. വേദാന്തം മുഴുവൻ അതുണ്ടെന്ന് പറയാം. രണ്ട് മനോഭാവത്തിൽ ഇതെല്ലാം നമ്മളുണ്ട്. കാരണം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ എന്തും കാൽ പിടിക്കും. ഒരു സാധനം കച്ചവടം ചെയ്യാൻ പോകുന്ന ആൾ എന്തെല്ലാം പറഞ്ഞായിരിക്കും വീട്ടിൽ കൊണ്ടുവിട്ട് ആ സാധനം വാങ്ങിപ്പിക്കുന്നു. അവരെത്ര ചീത്ത പറയും കേട്ട് കാരണം ചീത്തയെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, സാധനം വയ്ക്കണമെന്ന് മാത്രമേ. അപ്പം അതുപോലെ നമുക്കൊരു സ്വീകരണ മനോഭാവം വരും. ആ ലക്ഷ്യം ഓർക്കുമ്പോൾ അതൊരു വേദനയും തോന്നുകയില്ല. അല്ലേ, നമ്മുടെ കേരളത്തിലെ ബസ്സിൽ കയറാൻ പോകുമ്പോൾ എത്ര ഇടി കിട്ടും, സിനിമ കോട്ടയിൽ പോകുമ്പോഴും എത്ര ഇടി ഉണ്ടാവും. ഒരു ഇടിയായിട്ട് തോന്നുന്നില്ല. ലക്ഷ്യം വണ്ടി കയറണം, ലക്ഷ്യം ടിക്കറ്റ് കിട്ടണം. അപ്പോൾ മറ്റുള്ളവർ ദേഷ്യവും ഇല്ല, എന്തിടിയോ ചവിട്ട് കിട്ടിയാലും അങ്ങനെ കയറും. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉള്ള ശക്തിയും കഴിവും നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ അത് ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് അതിനെ ക്ഷമിക്കാനുള്ള ശക്തി കിട്ടാതിരിക്കുന്നത്. ഒരു കോൺഫറൻസ് നടക്കുകയാണ്, അല്ല ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുക, ഇപ്പോൾ കല്യാണം ആകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി ആകട്ടെ, അപ്പോൾ വരുന്നവരെ സ്വീകരിച്ച് കയറ്റാൻ വേണ്ടി ഒരാൾ നിർത്തിയിരിക്കും. എങ്ങനെയായിരിക്കണം, അതിനോട് സ്വാഗതം, അല്ലെ വെൽക്കം വെൽക്കം വെൽക്കം, വിനയത്തോടുകൂടിയാണ് പറയുന്നത്. ആ വിനയം നമുക്കൊരു സാധാരണ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ക്ഷമയെന്നേ വിനയം ഉണ്ടാകുള്ളൂ. ക്ഷമ വിദ്യയുടെ ആദ്യത്തെ പടിയാണ്. ആ ക്ഷമ മക്കളിലുണ്ടാകട്ടെ. ആ മാതൃത്വം ഉണർന്ന് ആ പ്രേമം അതുപോലെ എല്ലാവരിലേക്കും പ്രവഹിക്കാൻ കഴിയട്ടെ. അതിനുള്ള മനഃശക്തി മക്കൾക്ക് ഉണ്ടാകട്ടെ. ആരോഗ്യം ഇന്ന് നിലനിന്ന് പോകാനും ആ കൃപ മക്കളെ അനുഗ്രഹിക്കട്ടെ. ധൈര്യം മക്കൾ വിടാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നും